ഹായ് മക്കളെ, 2025 കീം എക്സാം ഇപ്രാവശ്യം നേരത്തെയാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലേ. ഏപ്രിലാണ് ഇപ്രാവശ്യം കീം എക്സാം വരുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം കൂടി കീം എക്സാമിനുള്ളത്. എക്സാമിൻ്റെ പാറ്റേണിൽ കാര്യമായിട്ടുള്ള മാറ്റമുണ്ട്. കെമിസ്ട്രിയിൽ നിന്ന് ഇത്തവണ 30 ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ കെമിസ്ട്രിയുടെ ഒരു വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞിട്ടുണ്ട് ഫിസിക്സുമായിട്ടും മാത്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്. സോ എക്സാമിൻ്റെ ഡേറ്റിങ്ങിന് അടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. കാരണം നമ്മൾ കീമിനെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏത് രീതിയിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക, എങ്ങനെയായിരിക്കും നമ്മൾ ആ പരീക്ഷയുടെ ചോദ്യങ്ങളെ നേരിടുക, ടൈം മാനേജ്മെൻറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുമോ, സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം കീം എക്സാമിൻ്റെ സിലബസിലുള്ള ഏതൊക്കെ ചാപ്റ്ററുകളിലാണ് കൂടുതൽ വെയിറ്റേജ് നമ്മൾ കൊടുക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററുകളിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണയുണ്ടല്ലോ. കെമിസ്ട്രിയുടെ +1ൻ്റെയും +2ൻ്റെയും NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്ററുകൾ തന്നെയാണ് മിക്കവാറും കീം എക്സാം 2025 സിലബസിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. സോ ആ ചാപ്റ്ററുകളിൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനേ പാടില്ലാത്ത ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഓർഗാനിക് കെമിസ്ട്രിയുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് അല്ല എന്നോ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. എന്താ കാരണം എന്നറിയോ? ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്ററുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്ന എപ്പോഴും കണക്റ്റഡ് ആയിട്ടായിരിക്കും. അതായത് 1, 2, 3 ചാപ്റ്ററുകളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും പലപ്പോഴും ഓർഗാനിക് കെമിസ്ട്രിയുടെ ചോദ്യങ്ങളായിട്ട് കീം എക്സാമിൽ വരിക. അതുകൊണ്ട് ഓർഗാനിക് കെമിസ്ട്രിയുടെ എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ടൈം മാനേജ്മെൻ്റ് ഒക്കെ പ്രോപ്പറാക്കി നിങ്ങൾ വെച്ചിട്ടുണ്ടാവണം. 2, നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് പോവുകയാണെങ്കിൽ +1 സ്ട്രക്ചർ ഓഫ് ആറ്റം, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം ഒരിക്കലും സ്കിപ്പ് ചെയ്യാനേ പാടില്ലാത്ത 3 ചാപ്റ്ററുകളാണ്. കാരണം ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കീം എക്സാമിന് നമ്മൾ കണ്ടുവരുന്ന ചാപ്റ്ററുകളാണ് ഇത് 3. അപ്പോൾ നിങ്ങൾക്കറിയാം, പ്രോബ്ലംസ് ആണ്, ന്യൂമറിക്കൽസ് ആണ്, ഇക്വേഷൻസ് നന്നായിട്ട് എഴുതി പഠിച്ചിട്ട് നമ്മൾ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ചാപ്റ്ററുകളിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങളെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. +2ൻ്റെ ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററുകളിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾ ഇലക്ട്രോ കെമിസ്ട്രി മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ദെൻ കെമിക്കൽ കൈനറ്റിക്സ്. ഈ 2 ചാപ്റ്ററുകളും നിർബന്ധമായി നിങ്ങൾ +2 ഫിസിക്കൽ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ ഇൻഓർഗാനിക് ആണ്. ഇൻഓർഗാനിക്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കീം എക്സാമിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ഓക്കെ, 2 അതിൽ കൂടുതലോ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സും DNF ബ്ലോക്കും. ഈ ചാപ്റ്ററുകളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ചാപ്റ്ററുകൾ നിങ്ങൾ പഠിക്കേണ്ട എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്, കൂടുതൽ വെയിറ്റേജ്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് എന്നൊരു കൺഫ്യൂഷൻ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകളെ നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ആ ചാപ്റ്ററുകളിൽ നിന്ന് നമ്മൾ കൂടുതൽ കൺസെപ്റ്റുകൾ പഠിക്കാൻ ശ്രമിക്കുക. പറ്റുവാണെങ്കിൽ കംപ്ലീറ്റ് ആയും പഠിക്കാൻ ശ്രമിക്കണം നമ്മൾ. അപ്പോൾ അതിനു വേണ്ടിയാണ് ആക്ച്വലി സൈലം നമ്മുടെ XPL പോലെയുള്ള പ്രോഗ്രാമുകൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലക്ഷങ്ങളോളം ആളുകളാണ് ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷ എഴുതുന്നത്, അല്ലെ, പ്രത്യേകിച്ച് കീം പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പരീക്ഷയാണ്. നമുക്കിതിനു മുമ്പ് പരീക്ഷയുടെ ചോദ്യങ്ങൾ കണ്ട് പരിചയമില്ല എങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയമില്ല എങ്കിൽ, അത് എങ്ങനെയാണ് നമ്മളൊരു ടൈം ബൗണ്ടറായിട്ട് ഈ ചോദ്യങ്ങളെ എഴുതേണ്ടത് എന്ന് പരിചയമില്ല എങ്കിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ പതറിപ്പോകും. നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു കീം XPLൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. PYQസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ടൈം ബൗണ്ടറായി നിങ്ങളെ പരീക്ഷകൾ, മോക്ക് എക്സാമുകൾ പരമാവധി എഴുതിപ്പിച്ചുകൊണ്ട് എല്ലാ ചാപ്റ്ററുകളിൽ നിന്നുള്ള ഫുൾ തിയറി കവർ ചെയ്യുന്ന രീതിയിലാണ് സൈലം XPL ആക്ച്വലി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും 2025 കീം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും അടിപൊളിയായിട്ട് കീം എക്സാം എഴുതാനും പറ്റുന്ന രീതിയിലാണ് സൈലം XPL ഉള്ളത്. അപ്പോൾ മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കുക, പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക, മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എഴുതുക. അടിപൊളിയാവട്ടെ. കീം 2025 നമുക്ക് ഈസിയായി ക്രാക്ക് ചെയ്യാം.